ശ്രീമതി ലത, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്നം വിളമ്പുന്നവർ അത് കഴിക്കേണ്ടതാണെന്നും അത് ഭക്ഷണമാണെന്നും ഭക്ഷണമാണ് ഔഷധമെന്നും അതല്ലെങ്കിൽ അത് വിഷമാവരുത്, നമ്മൾ വിളമ്പുന്നത് വിഷമാവരുത് എന്ന് കരുതുന്നതിൽ ഒരു പരിധിവരെ ഉണ്ടാവുന്ന ജാഗ്രത കുറവായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലേക്കുള്ള മരണങ്ങളിലേക്കൊക്കെ. കാരണം ഇപ്പോൾ ഇന്നത്തെ കേസിൽ ഇവിടെ വില്ലനായിരിക്കുന്നത് മയോണൈസ് ആണെന്നാണ് വിവരങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ പറയുന്നത്. ഈ മയോണൈസ് ഉപയോഗിക്കുന്നതിൽ ഏത് തരത്തിലാണ് ജാഗ്രത ഉണ്ടാവേണ്ടത്? കഴിക്കുന്നയാളും അത് ഉണ്ടാക്കുന്നയാളും എന്താണ്, അതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൽ വില്ലനാവുന്നത് ഈ മയോണൈസ് ഒക്കെ? ആക്ച്വലി മയണൈസ് എഗ്ഗ് മാരകമായ വിഷമാണ്. എഗ്ഗ് എങ്ങനെ വിഷമാവുന്നതെന്ന് വെച്ചാൽ ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മൾ 2 hours കൂടുതൽ നമ്മൾ പുറത്ത് വെച്ച് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പച്ചമുട്ടയും ഓയിലും ചേരുമ്പം മുട്ടയിൽ പ്രോട്ടീൻ ഉണ്ട്, എക്സ്ട്രാ പ്രോട്ടീനും കൂടെ ആഡ് ചെയ്തിട്ട് അത് കുറേ നേരം വെക്കുമ്പം അത് പോയിസൺ ആവുന്നുണ്ട്. അപ്പം മയണൈസ് നമ്മൾ ഉണ്ടാക്കുക, അപ്പോൾ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾ മയണൈസ് യൂസ് ചെയ്യുക. കഴിയുന്നതും മയണൈസ് പുറത്ത് വെക്കാനോ സാധാരണ ടെമ്പറേച്ചറിൽ കഴിയുന്നത് ഫ്രിഡ്ജിൽ മാത്രം സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ 2 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാനേ പാടില്ല. അത് വെജിറ്റബിൾ മയണൈസ്. എഗ് മയണൈസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 3 hours 3 മണിക്കൂറിൽ കൂടുതൽ അത് സൂക്ഷിക്കാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത് തൊട്ടിട്ട് നമ്മളത് കൈകാര്യം ചെയ്യുന്നത് A to Z വരെ, ഭക്ഷണം ആൾ കഴിച്ച് കഴിയുന്നവരെ നമ്മൾ വളരെ അലർട്ടായിരിക്കണം. കാരണം എന്താണ്, ഭക്ഷണം മാഡം പറഞ്ഞു ഭക്ഷണം ആണ് ഔഷധം. ഭക്ഷണം ഔഷധവുമാണ്, അതോടൊപ്പം പല ടൈമിൽ അത് വിഷവുമാകുന്നുണ്ട്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഒരു കയ്യിലൊരു മുറിവുള്ള ഒരാളാണ് ഈ സാധനം കൈകാര്യം ചെയ്യാൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അധികവും യാതൊരു വിധത്തിലുള്ള പ്രൊഫഷനും അല്ലാത്ത ആളുകളാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം ചോദിക്കും, നിങ്ങൾ മാത്രം ജീവിച്ചാൽ മതിയോ, ഞങ്ങൾക്കും ജീവിക്കേണ്ടതെന്ന്. ശരിയാണ്, അവർക്കും ജീവിക്കണം. എന്തുകൊണ്ട് സർക്കാർ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം അവരുടെ ആരോഗ്യമുള്ള ആൾക്കാരാണോ, അവർക്ക് മറ്റ് മാരക രോഗങ്ങളൊന്നും ഇല്ലേ? ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നുണ്ട്. എത്ര ആളുകൾ മഞ്ഞപ്പിത്തമാണ് എന്ന് അറിഞ്ഞിട്ടും പനിയാണെന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഗുളിക മാത്രം കഴിച്ച് അല്ലെങ്കിൽ പാരസിറ്റമോൾ കഴിച്ച് അവർ ജോലി ചെയ്യാണ്. അവർക്ക് അന്ന് തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്താലാണ് അവർക്ക് 1000 രൂപ കിട്ടുക. ഈ ഒരു പണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും എന്തിനൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹം നിലകൊള്ളുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ യാതൊരു വിധത്തിലുള്ള നിയമ നടപടികളും, ഒരാൾ മരിച്ചാൽ ആൾ 2-3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 10-15 ദിവസം കൊണ്ട് അവർ പുറത്തിറങ്ങി വരികയാണ്. വീണ്ടും അയാൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല? ഈ ഒരാൾ ആരാണോ അത് പാചകം ചെയ്യുന്നത് അയാൾക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം. അയാൾക്ക് മാരകമായ അസുഖങ്ങളൊന്നുമില്ലെന്ന് തെളിയിക്കുന്നതിന് സർക്കാർ അനുവദിച്ച സർട്ടിഫിക്കറ്റുകളുണ്ട്. അത് കർശനമാക്കണം. ഇത് പ്രഹസനമാണിപ്പോൾ. തീർച്ചയായും സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പ്രഹസനമാണ്. ഏതെങ്കിലും ലാബിൽ പോയി പരിശോധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ അവന് ഫിറ്റാണ്. ഈക്കോളി പോലെയുള്ള അല്ലെങ്കിൽ ഈക്കോളി പോലുള്ള ബാക്ടീരിയ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്. ഈക്കോളി ഭയങ്കര മാരകമാണ്. ശരിയായിട്ടുള്ള ശുചിത്വം പാലിച്ചില്ല ഈക്കോളി നമ്മളെ ഭക്ഷണത്തിൽ കൂടും. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഡിഫ്തീരിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടാകുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ്, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മളെപ്പോഴും നിലപാടുകൾ സ്വീകരിക്കുന്നത്. തീർച്ചയായും